ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് സുദീപ് കോശി, ആനി സാമുവൽ ആൻഡ് അബിഗേൽ കോശി, ന്യൂയോർക്ക്, USA. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഈ രാത്രി ഒരുക്കിയിരിക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും കർത്താവ് നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ എല്ലാ വാത്സല്യങ്ങൾക്കായിട്ടും നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കർത്തൃസന്നിധിയിൽ സമർപ്പിച്ച് ഈ രാത്രി അനുഗ്രഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും രാത്രിയാക്കി മാറ്റുവാൻ കർത്താവ് പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, വലിയൊരു സമയത്തിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കതിനോണം ഈ രാത്രി ഒരുക്കിയിരുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ട് സ്തോത്രം. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. നീ ഇത്രത്തോളം ഞങ്ങളെ സൂക്ഷിക്കാൻ പരിപാലിക്കുകയും ചെയ്ത അവിടുത്തെ എല്ലാ വാത്സല്യങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഈ കെടുതിയുടെ നടുവിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവെ, ഓരോ ദിവസവും സൗഖ്യവും സാന്ത്വനവും സമാധാനവും സുരക്ഷിതവും പ്രാപിച്ചുകൊണ്ട് കർത്താവെ പോകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ നാമം കർത്താവിനെ കൂടെ മഹത്വപ്പെടാൻ ഇടയാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ ശബ്ദവും ശക്തിയും ഭാഷയും പാവമായി എന്നെ വഴി നടത്തണമെന്ന് നിൻ്റെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. സർവ്വം സർവ്വതും അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ ഇടയാക്കണമെന്ന് ഈശ്വരത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, നാം കോവിഡിൻ്റെ കെടുതിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഏതാണ്ട് 26 ലക്ഷം ജനങ്ങൾ ഇതിനോടകം ഈ രോഗനിമിത്തം ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവിടെയൊക്കെയും ദൈവം നമ്മളെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കെപ്പോഴും നന്ദിയോടെ ദൈവസന്നിധി ഓർക്കുവാനുള്ള കാര്യമാണ്. എന്നാൽ ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന 1-2 കുടുംബങ്ങൾ കോവിഡ് ബാധിതരായി തീർന്നിരിക്കുന്നു. കർത്താവ് അവർക്ക് സമ്പൂർണ്ണമായ സൗഖ്യം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ലോകത്തിലെ എല്ലാ കോവിഡ് രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുകയും ദൈവനാമത്തിനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ മക്കളുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്കെന്താ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഗുരുതരമായ അവസ്ഥയിൽ കടന്നു പോകുന്ന പല സഹോദരങ്ങളുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ വാക്സിനേഷൻ പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതെല്ലാവർക്കും ലഭിക്കുവാനും അത് ഒരു പ്രതിരോധമായി കർത്താവ് എടുത്തുപയോഗിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നാം പ്രതിരോധത്തിന് വേണ്ടിയും പ്രതിവിധിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ആ വാക്സിന് ഒരു വലിയ പ്രതിരോധമായിക്കൊണ്ട് ഉപയുക്തമാക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കോവിഡ് മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന അനേക സഹോദരന്മാരുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നഴ്സിംഗ് സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് വേണ്ട ഡോക്ടേഴ്സ്, അങ്ങനെ ആ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, പൊതുജന മധ്യത്തിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ വർക്കേഴ്സ്, അങ്ങനെ നാനാ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. ആർക്കാണ് കോവിഡ് ഉള്ളത് ഇല്ലതെന്നൊന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത് നമ്മെ ആ വലിയ കെടുതിയിൽ നിന്ന് യഹോവയാം ദൈവം കാത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും ഇതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മളെ ഓരോരുത്തരെയും കർത്താവ് തന്നെ പൊൻകരത്താൽ കാത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അനേകർ ക്യാൻസർ രോഗം മൂലം ബുദ്ധിമുട്ടുകയും ക്ലേശിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരന് വിവാഹത്തിന് നാട്ടിൽ ചെന്നാണ്. പെട്ടെന്ന് ദേഹം തളർച്ചയുണ്ടായി ക്ഷീണിച്ച് അവശരാകുന്ന ഒരവസ്ഥ വന്നപ്പോൾ അവർ പരിശോധിച്ചപ്പോൾ ലുക്കേമിയയുടെ ആരംഭമാണ്. ചെറുപ്പക്കാരനാണ്. വളരെയധികം കത്തിപ്പിടിക്കുന്ന ഒരു രോഗമായിട്ട് മാറിയിരിക്കുന്നു. അതിൻ്റെ ഡയഗ്നോസിസ് നോക്കിക്കൊണ്ടിരിക്കുന്നവർ അനേക സഹോദരങ്ങളുണ്ട്. കർത്താവ് അവർക്ക് സൗഖ്യം നൽകുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ സഹോദരനും നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. കൃത്യസമയത്ത് മരുന്ന് ലഭിക്കേണ്ടവർ, അതിൻ്റേതായിട്ടുള്ള തുടർ ചികിത്സ ലഭിക്കേണ്ടവരൊക്കെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മറ്റ് നാനാവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന
അനേക സഹോദരങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെയും കർത്താവ് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയും ആശ്വാസം നൽകുന്നതിന് വേണ്ടിയും സൗഖ്യം നൽകുന്നതിന് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ദേഹത്തിൻ്റേതായിട്ട് ശരീരത്തിൻ്റെ പലവിധമായിട്ടുള്ള പ്രയാസ പ്രശ്നങ്ങളാൽ ക്ലേശിക്കുന്നവരുണ്ട്. ഒരു ക്യാൻസറോ കോവിഡോ അല്ലാതെ തന്നെ അത് ദേഹം സ്തംഭിച്ചിരിക്കുന്നവരുണ്ട്, കൈയൊടിഞ്ഞവരുണ്ട്, കാലൊടിഞ്ഞവരുണ്ട്. അങ്ങനെ എന്തെല്ലാം ക്ലേശങ്ങളാണ് ശാരീരികമായിട്ട് അനേകം അനുഭവപ്പെടുന്നത്. അവരൊക്കെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ സൗഖ്യദായക ശുശ്രൂഷയിലെ കർത്താവ് അവർക്ക് സൗഖ്യം നൽകുന്നതിനായിട്ടും കർത്താവിൻ്റെ സാക്ഷികളായിട്ട് എഴുന്നേൽക്കുന്നതിനുമായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കൂടാതെ ഈ അവസ്ഥയിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. അവർ ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. ചിലരുടെ ജോലി നഷ്ടപ്പെടുവാൻ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ശമ്പളം കിട്ടാതെ വിഷമിക്കുന്ന അനേകരുണ്ട് മാസങ്ങളായിട്ട്. ഇതെല്ലാം ഞാൻ പറയുമ്പോൾ ഏറെ കൂറും ഗൾഫ് മേഖലയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അവരെ കർത്താവ് കാത്ത് സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കടഭാരങ്ങളാൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. കടഭാരങ്ങൾ വന്നേക്കാം, പക്ഷേ അത് ജീവിതത്തിൻ്റെ അവസാനമല്ല. ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം അത്ഭുതകരമായ ഉറവകൾ തുറന്നു കൊടുക്കുന്ന ദൈവമാണ്. പക്ഷേ ദൈവത്തിൽ സമ്പൂർണ്ണമായിട്ട് ആശ്രയം വെച്ച് ദൈവനാമ മഹത്വത്തിനായിട്ട് സമർപ്പിച്ച് പ്രവർത്തിക്കുവാൻ കഴിയണം. അല്ലാതെ കടഭാരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഉടൻ ജീവൻ ഒടുക്കി കളയുക എന്നുള്ളതല്ല അതിൻ്റെ പരിഹാര മാർഗം. നാം അനേകരിൽ നിന്ന് കണ്ടുമുട്ടുമ്പോൾ ജീവിതത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ താഴ്വരയിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ അവർക്ക് സാമ്പത്തികമായ സഹായങ്ങളൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരെ ദൈവകൃപയിൽ ബലപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അവരോട് സ്നേഹമായി സംസാരിക്കുമ്പോൾ, പ്രത്യാശയോടെ സംസാരിക്കുമ്പോൾ, ആശ്വാസമായിട്ട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ തീയെ കെടുത്തുവാൻ നമുക്ക് കഴിയും. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ മറ്റുള്ളവരുടെ വേദനയെക്കുറിച്ചോ അവരുടെ ആകുലങ്ങളെക്കുറിച്ചോ അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചോ പലപ്പോഴും ചിന്തിക്കുവാൻ സമയമില്ല. ഇന്ന് ഈ മഹാകൃതിയുടെ നടുവിൽ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ കൂടെ ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. അവരുടെ വേദനയിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയണം. സാമ്പത്തികമായ സഹായം അല്ലെങ്കിൽ പോലും ഒരു നല്ല വാക്കിന് ആശ്വസിപ്പിക്കുവാൻ കഴിയും. ദൈവകൃപയിലേക്ക് അവരെ നയിക്കുവാൻ കഴിയും. ഇപ്രകാരമുള്ള കോവിഡിൻ്റേതായിട്ടുള്ള പ്രത്യേകമായ ശുശ്രൂഷകൾ, പ്രത്യേകമായ പ്രാർത്ഥനകൾ, അതിലേക്കൊക്കെയും അങ്ങനെയുള്ളവരെ കരം പിടിച്ചുകൊണ്ട് വരുമ്പോഴാണ് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നതെന്നുള്ളത് ഒരിക്കലും മറക്കരുത്. ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അവൻ്റെ കുടുംബത്തെയും പഴിപറയുകയല്ല, പിന്നെയോ ആ ആത്മഹത്യക്ക് കാരണക്കാരൻ ഞാൻ കൂടിയാണെന്നൊരു ബോധം ഉണ്ടാകണം. ഒരു പക്ഷേ സാന്ത്വനമായ ഒരു ഇടപെടൽ, ഒരാശ്വാസ വാക്ക് അവൻ ലഭിക്കുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ലഭിക്കുകയാണെങ്കിൽ ആ ദുർബല നിമിഷത്തെ തരണം ചെയ്യുവാൻ അവർ കഴിയും. ഇതൊരു പ്രത്യേക മാനസിക വികാരമാണ്. ആ വികാരത്തിൻ്റെ വേലിയേറ്റത്തിൽ 4-5 നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്ന അവസ്ഥയാണ്. ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ദൈവകൃപയിൽ മുൻപോട്ട് ഒരു ദൈവവേദൻ്റെ ഒരു വാക്ക് അവിടെ ആശ്വാസം പകരുവാൻ കഴിയും. പക്ഷേ ആരോടും ചെന്ന് ചോദിക്കുകയല്ല, നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹമുണ്ടോ, നിങ്ങളങ്ങനെ ചിന്തിച്ചു, അങ്ങനെ ചോദിച്ചുകൊണ്ടല്ല. കർത്താവിൻ്റെ കൃപയും കരുണയും സമാധാനവും പകരുവാൻ തക്കവണ്ണമുള്ള ആശ്വാസത്തിൻ്റെയും പ്രത്യാശത്തിൻ്റെയും വചസ്സുകൾ നമ്മുടെ നാവിൽ നിന്ന് ഉയരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൽ കൂടെ പ്രവർത്തിക്കും. ഇങ്ങനെയുള്ള ചില കേസസ് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. അപ്രകാരമുള്ള ഒരു സമീപനം നമ്മൾക്ക് ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് ഒരു കുഞ്ഞിനെ ഈ വർഷം നൽകുവാൻ തക്കവണ്ണം സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. വിവാഹം നടക്കാതെ മാസങ്ങളായി വർഷങ്ങളായി കാത്തിരിക്കുന്ന സഹോദരിയും സഹോദരന്മാരുണ്ട്. അനുയോജ്യമായ തുണയെ കാണിച്ചു കൊടുക്കുന്ന കർത്താവ് അവിടെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ അസമാധാനത്തിലായിരിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും സമാധാനമില്ല എന്ന് എന്നോട് വിളിച്ചു പറയുന്നവരുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, എന്തെങ്കിലും കാണാപ്പാഠം പഠിച്ച്
പ്രാർത്ഥിക്കുകയല്ല, അച്ചടി പ്രാർത്ഥനകളിൽ വീണ്ടും വീണ്ടും ഉരുവിട്ട് സമാധാനം കണ്ടെത്തുകയല്ല. പിന്നെയോ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് ഉയരുന്ന നിലവിളികൾക്ക് സ്വർഗം മറുപടി തരും. ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. പ്രാർത്ഥിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, രാത്രിയുടെ യാമങ്ങളിൽ ഏകാന്തതയിൽ നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ആ മൃദുസ്വരം കേൾക്കുവാൻ നമുക്ക് കഴിയും. ആശ്വാസത്തോടും പ്രത്യാശയോടും മുൻപോട്ട് പോകാൻ കഴിയും. അത് അനുഭവമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്നുള്ള കർത്താവിൻ്റേതായിട്ടുള്ള ശബ്ദം നമുക്ക് അനുഭവമാക്കുവാൻ കഴിയുന്നു. കടഭാരങ്ങളുള്ള അനേക സഹോദരങ്ങളുണ്ട്. ദൈവമാർക്ക് വഴിവാതിൽ തുറക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മദ്യപാനം മൂലം കുടുംബജീവിതം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകളുണ്ട്. അവരോട് കർത്താവ് ഇടപെടുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പലവിധമായ പ്രയാസ പ്രശ്നങ്ങളിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്. പരീക്ഷകൾ എഴുതുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അങ്ങനെ നാനാ തലങ്ങളിൽ ദൈവത്തിൻ്റെ കൃപകൾക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയും അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വേർഡ് ടു വേൾഡ് ശുശ്രൂഷ കർത്താവ് വഴി നടത്തുന്നതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അനേകർക്ക് ഇതിൻ്റെ ആശ്വാസവും സമാധാനവും പങ്കിടുവാൻ തക്കവണ്ണം അനേകരിലേക്ക് ഇത് എത്തിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ സമാധാനവും ഈ സാന്ത്വനവും ഈ സന്ദേശവും ഈ സന്തോഷവും ഈ വലിയ പേമാരുടെ നടുവിൽ അനേകർക്ക് കുടയായി കാവലായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിലയിന എനിക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചായിട്ട് ശുശ്രൂഷനായിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ വലിയ കൃപയിൽ നിന്നുകൊണ്ട് നയിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്നതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകൾ തുടർന്നു കൊണ്ടുപോകാനുള്ള എല്ലാ മുഖാന്തരങ്ങളും കർത്താവ് ഒരുക്കുന്നതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൂടാരങ്ങൾക്ക് കാവലായിരിക്കുവാൻ, അവരുടെ ജോലികളിൽ അവരെ സൂക്ഷിക്കുവാൻ, അവരുടെ യാത്രകളിൽ അവരെ പരിപാലിക്കുവാൻ, അവരുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുവാൻ, എല്ലാത്തിലും ദൈവനാമം മഹത്വപ്പെടുവാൻ അവരെ ഉപയോഗിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നൻ വഴികളും മൊഴികളും മുറ്റും അങ്ങേ മഹത്വത്തിനായിടുവാൻ. ഇന്നൻ വഴികളും മൊഴികളും മുറ്റും അങ്ങേ മഹത്വത്തിനായിടുവാൻ. കൂട്ടാളിയായെന്നും എന്നിൽ വസിക്കണം പ്രാണപ്രിയ പൊന്നേശുനാഥ. കൂട്ടാളിയായെന്നും എന്നിൽ വസിക്കണം പ്രാണപ്രിയ പൊന്നേശുനാഥ. നാൾതോറുമേറെ നന്മയാൽ നടത്തുന്ന എൻ ദൈവമേ പൊന്നുദാതാ, സ്തോത്രങ്ങൾ സ്തോത്രങ്ങൾ പാടുന്നു ഞാനെന്നും എൻ ദൈവമേ നിൻ സ്നേഹത്തിനായി. സ്തോത്രങ്ങൾ സ്തോത്രങ്ങൾ പാടുന്നു ഞാനെന്നും എൻ ദൈവമേ നിൻ സ്നേഹത്തിനായി. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളിവിടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവും ദൈവമേ, വീണ്ടും ഒരിക്കൽ കൂടെ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് അങ്ങയുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ടും കരുണകൾക്കായിട്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ രാത്രി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. നീ അവർക്ക് കാവൽക്കാരനായിരിക്കണമേ, ഈ മഹാവ്യാധിയിൽ നിന്നും അവരെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് എൻ്റെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കൂടാരങ്ങൾക്ക് നീ കാവൽക്കാരനായിരിക്കണം. അവരുടെ കുഞ്ഞുങ്ങളെ നീ സൂക്ഷിക്കണം, അവരുടെ ജോലികളെ സൂക്ഷിക്കണം, അവർക്കുള്ള സകലത്തെയും അവിടുത്തെ പുണ്യായ രക്തം കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരമാർത്ഥത്തിൽ ഈ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുകയും അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുകയും ചെയ്യുന്ന മക്കൾ കർത്താവ് രോഗബാധിതരായിരിക്കുന്നു.
അവർക്ക് പരിപൂർണമായ വിടുതൽ കൊടുക്കുവാൻ തക്കവണ്ണം ഈ രാത്രി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവേ, നീ എന്നെ അവർക്ക് ആശ്വാസവും സൗഖ്യവും കൊടുത്ത് വഴി നടത്തണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും കർത്താവേ കെടുതിയിൽ കഷ്ടവും നഷ്ടവും സഹിക്കുന്ന നിൻ്റെ സഹോദരങ്ങളെ നീ ഓർക്കണമെന്ന് നിൻ്റെ മക്കളെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സൗഖ്യം നൽകുവാൻ നീ പ്രവർത്തിക്കണമേ. ഈ മഹാമാരിക്ക് കർത്താവ് ഒരു പ്രതിവിധി കണ്ടുപിടിപ്പാൻ തക്കവണ്ണം അവിടുന്ന് പ്രസാദിക്കണമേ. കർത്താവേ, നീ തന്നെ എൻ്റെ പ്രതിരോധമായി പ്രവർത്തിക്കണമെന്ന് നിൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാനാതലങ്ങളിൽ കോവിഡ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെയൊക്കെ നിൻ്റെ ഓമനക്കരങ്ങൾ സമർപ്പിക്കുകയാണ്. നീ അവർക്ക് പലകയും പരിചയമായിരിക്കണമേ. അവർക്ക് ഈ രോഗബാധ ഉണ്ടാകാതിരിക്കാൻ നീ സൂക്ഷിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. അവരോട് നീ കരുണ ചെയ്യണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നീ എന്നെ കർത്താവെ അത്ഭുതകരമായ രീതിയിൽ അവർക്ക് വിടുതലും ആശ്വാസവും നൽകണമേ. അവരുടെ ചികിത്സകൾ തുടർമാനമായി ലഭിക്കാൻ വേണ്ട മുഖാന്തരങ്ങൾ ഒരുക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീ എന്നെ അവരെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലിയിൽ തുടരുവാൻ തക്കുള്ള വഴിയും അതിലും തുറക്കണമേ. അവരുടെ എല്ലാവിധമായ സാമ്പത്തിക പ്രതിസന്ധിയിലും നീ കൂട്ടായിരിക്കണമെന്ന് പ്രത്യേകം എൻ്റെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സാമ്പത്തിക മേഖലകളെ നീ പുനർജീവിപ്പിക്കണമേ. കർത്താവ്, അനേകായിരങ്ങൾ ഇപ്രകാരമുള്ള ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ തകരുന്ന അവസ്ഥയിൽ എൻ്റെ കർത്താവിൻ്റെ സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിച്ച് കർത്താവിൻ്റെ മക്കളെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കർത്താവായിട്ടും വിവാഹം നടക്കാതിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലായിരിക്കും ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവരെ പ്രത്യേകമായിട്ട് ഓർക്കണമെന്നിൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങളാൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവരോട് കരുണ ചെയ്യണമേ കർത്താവേ. നീ അവരോട് കരുണ ചെയ്യണമെന്ന് മാത്രം ഞാൻ എൻ്റെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലവിധ ജീവിത ഭാരങ്ങളാൽ മുൻപോട്ട് പോകാൻ കഴിയാതെ കർത്താവെ ആത്മഹത്യ വന്ന കോണം ആഗ്രഹിക്കുന്ന അനേകരുണ്ട്. കർത്താവെ, നീ അവർക്ക് ബലം നൽകി കർത്താവെ നിൻ്റെ മുൻമുഖം കാണുവാൻ അവർക്ക് ഈ നാളുകൾ സഹായിക്കണമേ. പ്രത്യാശയോടെ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകാൻ തക്കുള്ള വഴിയും വാതിലും നീ അവർക്ക് തുറക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ശുശ്രൂഷകളിൽ പ്രവർത്തിക്കുകയും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് നല്ലൊരു അനുഗ്രഹം അവർക്ക് പകർന്നവരെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങൾ ഈ ശുശ്രൂഷ വഴി നടത്തിയ എല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം. നിൻ്റെ മക്കളെ ഓരോരുത്തരും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ ഞങ്ങളുടെ അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും സമാധാനത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും രാത്രിയാക്കി മാറ്റണമെന്ന് യേശു അതിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുവാനാണമേ. ആം. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ മതവിശ്വാസികളും തങ്ങളുടെ ദൈവങ്ങൾക്ക് കാഴ്ചകൾ അർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ഹൈന്ദവ ആരാധനാലയങ്ങൾ അഥവാ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ നാം നോക്കുമ്പോൾ അവിടെയൊക്കെയും പുഷ്പമാലിന്യങ്ങൾ, അവിടെ പൂമാലകൾ, പുഷ്പങ്ങൾ ഒക്കെയും അവരുടേതായിട്ടുള്ള ആരാധനയ്ക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുവാൻ തക്കവണ്ണം കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാനാ രീതികളിൽ ദൈവത്തിന് കാഴ്ച കൊണ്ടുവരുന്ന മതസമൂഹങ്ങളെ നമുക്ക് എല്ലായിടത്തും കാണുവാൻ കഴിയും. നാം തിരുപ്പതിയിൽ ചെന്നാൽ അവിടെ തലമുണ്ടനം ചെയ്ത് ദൈവത്തിന് കാഴ്ച കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. തലമുണ്ടനം ചെയ്യുമ്പോൾ അവരുടെ സൗന്ദര്യം അത് ആ തങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. മറ്റു കാരണങ്ങൾ കൊണ്ടല്ല. അത് ആ ദേവസ്ഥാനത്ത് പോയിട്ട്, അതുപോലെ മറ്റു പല ക്ഷേത്രങ്ങളുണ്ട്, അവിടെ ചെന്നിട്ട് തലമുണ്ടനം ചെയ്ത് അവർ ആ ദേവന് കാഴ്ച സമർപ്പിക്കുന്നു. ആ കാഴ്ച എന്ന് പറയുമ്പോൾ അവരുടെ സൗന്ദര്യത്തെ തന്നെ അവിടെ അർപ്പിക്കുകയാണ്. പ്രാചീന കാലത്ത് നരബലികൾ ഉണ്ടായിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ജീവൻ തന്നെ ഹോമിക്കുന്ന അവസ്ഥ, നരബലി, മനുഷ്യനെ തന്നെ സാക്രിഫൈസ് ചെയ്തൊരവസ്ഥ. അപ്പോൾ മനുഷ്യൻ ദൈവത്തിന് കാഴ്ച കൊടുക്കുക എന്നുള്ളത് ഇന്ന് ലോകത്തിൽ എല്ലായിടത്തും എല്ലാ മതങ്ങളിലും ഉള്ളൊരു സമ്പ്രദായമാണ്. when we look into the world, we see believers of all religions, they bring offertories and offerings to their gods. There is no exception for that. You see, if you go to Hindu temples, you see they offer garlands and flowers for their deities. We find so many
forms of adoration. There are instances where people shave off their heads and offer themselves before their gods. In fact, the bottom line is that they are offering their beauties before their deities or gods. If you look up into history, you find there were times when human beings themselves were offered as a sacrifice to God. Even in the Bible, we find some such instance. ജീവനെ തന്നെ ബലി കൊടുക്കുന്ന അവസ്ഥ, കാഴ്ച അർപ്പിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ കാഴ്ചയായിട്ട് സ്വയം കൊടുക്കുന്ന അവസ്ഥ, ജീവിതത്തിൻ്റെ സുഖങ്ങളെല്ലാം വെടിഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് സ്വയം സമർപ്പിക്കുന്ന അവസ്ഥ എല്ലാ മതങ്ങളിലും ഉണ്ടാവും. സന്യാസിമാരായി, ഭിക്ഷുക്കളായി, വൈദികരായി, കന്യാസ്ത്രീകളായി, നാനാ തലങ്ങളിൽ തങ്ങളെ തന്നെ ദൈവത്തിന് സമ്പൂർണ്ണമായി കാഴ്ചയായിട്ട് അർപ്പിക്കുന്ന അവസ്ഥ. അപ്പോൾ ഓരോ മതവിഭാഗങ്ങളും തങ്ങൾ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന തങ്ങളുടേതായിട്ടുള്ള ആരാധനാമൂർത്തികൾക്ക്, ദൈവങ്ങൾക്ക് വിവിധങ്ങളായ കാഴ്ചകൾ അർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നാം യഹൂദ മതത്തിലേക്ക് നോക്കുമ്പോൾ സർവശക്തനായ ദൈവം അവരോട്, തൻ്റെ ജനത്തോട് മോശയിലൂടെ തനിക്ക് കാഴ്ച കൊണ്ടുവരണം എന്നുള്ള നിബന്ധന നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നാം ഇന്ന് അനേക മതങ്ങളിലേക്ക് നോക്കുമ്പോൾ അപ്രകാരം ഒരു നിബന്ധന ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയില്ല. സ്വമേധാദാനം, അത് തിരുവചനത്തിലുമുണ്ട്. ഇത് സ്വമേധാദാനമല്ല. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ കാഴ്ചകൾ കൊണ്ടുവരണമെന്നുള്ളത് നിബന്ധനയായിട്ട് ദൈവം മോശയുടെ ന്യായപ്രമാണങ്ങൾ നൽകുന്നുണ്ട്. According to the Mosaic law, the Almighty God Jehovah had commanded his people to bring offerings to him. That is a command. It's not a free will offering, that is different, but a compulsory offering. They have to bring it before the Almighty God to establish and continue the relationship between man and God. If you could read Leviticus chapter 27 verse 30, ലേവ്യ പുസ്തകം 27 അധ്യായം 30 വാക്യം വായിക്കുമ്പോൾ അവർ എന്താണ് കൊണ്ടുവരേണ്ടതെന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. നിലത്തിലെ ധാന്യത്തേലായാലും വൃക്ഷങ്ങളിലെ ഫലങ്ങളുടേതായാലും എല്ലാ ഭൂവിഭവങ്ങളുടെയും ദശാംശം യഹോവയ്ക്കുള്ളതാണ്. അത് യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. Yes, could you read that in English? And all the tithe of the land, whether of the seed of the land, or of the fruit of the tree, is the Lord's. It is holy to the Lord. So that's it. So we find the Almighty God commanding Moses, his people should give them 1/10 of their produce. In those times, it was agriculture, and it was not a mechanical age or electronic age as we have now. It was an agricultural oriented living in those times. ഇന്നുള്ളതുപോലെയുള്ള മിഷണറീസോ അല്ലെങ്കിൽ അപ്രകാരമുള്ള വ്യവസായങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ജനങ്ങൾ ജീവിച്ചിരുന്നത് കൃഷി കൊണ്ടാണ്, കാർഷിക ഉൽപ്പാദനങ്ങൾ കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നത് കാർഷിക ഉൽപ്പാദനങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് മോശയോട് അത്യുന്നതനായ ദൈവം കൽപ്പിക്കുകയാണ്, നിലത്തിലെ എല്ലാ ഫലങ്ങൾക്കും അതിൻ്റെ 10 ദൈവത്തിന് കൊടുക്കണം. നിലം പുറപ്പെടുവിക്കുന്ന എല്ലാ രീതിയിലും ഉള്ള ഫലങ്ങളുടെ 10 ദൈവത്തിന് കൊടുക്കണം. കാർഷിക വരുമാനത്തിൻ്റെ അതേത് തലത്തിലുള്ളതായാലും ഏത് രീതിയിലുള്ളതായാലും 10 ദൈവത്തിനുള്ളതാണ്. 32 വാക്യം വായിക്കുമ്പോൾ
മാടും ആടും ഇടയന്റെ കോൽ കീഴിലൂടെ കടന്നു പോകുന്ന സകലത്തിലും ഓരോ പത്താമത്തേതും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അതായത് ഒരുവന് കന്നുകാലികളും ആടുമാടുകളും ഉണ്ടെങ്കിൽ അവയുടെയൊക്കെ 10-1 ദൈവത്തിന് കൊടുക്കണം. മാത്രമല്ല ഇടയന്റെ കോൽ കീഴിലൂടെ കടന്നു പോകുന്ന എല്ലാ മൃഗങ്ങളുടെയും 10ാമത്തെ മൃഗം യഹോവയ്ക്കുള്ളതാണ്. അത് നിർബന്ധമാണ്. Read that in English. And concerning the tithe of the herd or the flock of whatever passes under the rod or whatever passes under the rod, the 10th one shall be holy to the Lord. So it's not only the agricultural produce but also the livestock. Every 10th one would be offered to God, should be offered to God. കോൽ കീഴെ പോകുന്ന എല്ലാ ആടുമാടുകൾ, കന്നുകാലികൾ, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും 10ാമത്തേത് ദൈവത്തിൻ്റേതാണ്. ഇത് കർശനമായ നിയമമാണ്. നാം 34-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് കൽപ്പിച്ച കൽപ്പനകൾ ഇതാ. സീനായി പർവ്വതത്തിൽ വെച്ച് തൻ്റെ ജനം അനുഷ്ഠിക്കുന്നതിനായിട്ട് അത്യുന്നതനായ ദൈവം കൽപ്പിച്ചു കൊടുത്ത കൽപ്പനകളാണ്. ഇതാരും പിൽക്കാലത്ത് എഴുതി ഉണ്ടാക്കിയതല്ല. ദൈവത്തിൻ്റെ നിത്യ നിയമമാണ്. ദൈവം മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങളുടെ 10-1 ദൈവത്തിന് മടക്കി നൽകണം. 10 നമുക്ക് തരുമ്പോൾ ദൈവത്തിന് അതിലൊരു ഭാഗം പിടിച്ചിട്ട് 9 തന്നാൽ മതി. നമ്മൾ അങ്ങനെയാണല്ലോ ശമ്പളം വാങ്ങുമ്പോൾ നമ്മുടെ ടാക്സ് ഒക്കെ നൽകുന്നത്. നമുക്ക് മുഴുവൻ ശമ്പളം ലഭിക്കുകയില്ല. പിന്നെയോ ഗവൺമെൻറ്റിൻ്റെ വിഹിതമായ ടാക്സ് കട്ട് ചെയ്തതിന് ശേഷമാണ് അത് അനേക രാജ്യങ്ങളിൽ ശമ്പളം ലഭിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ദൈവത്തിന് വേണമെങ്കിൽ നമുക്ക് 10 തരുമ്പോൾ ആ 10-ന് ഒരെണ്ണം മാറ്റിവെച്ച് 9 തന്നാൽ മതി. അങ്ങനെ ആകുമ്പോൾ ഈ നിയമം പൂർത്തീകരിക്കും. എന്നാൽ ദൈവം അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ നാം ദൈവത്തിനു വേണ്ടി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ ഒരു ഭാഗം മടക്കി കൊടുക്കണം. എല്ലാ 10-ൻ്റെയും ഒരു ഭാഗം മടക്കി കൊടുക്കണം. 10-1 മടക്കി കൊടുക്കണം. നിർബന്ധമായിട്ട് അതെടുത്തിട്ട് അത് 9 ഭാഗം നമുക്ക് തരുന്ന രീതിയല്ല. പിന്നെയോ ദൈവത്തോടുള്ള നമ്മുടേതായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന്, ദൈവത്തിനുള്ള കരുതലിൽ നിന്ന് നാം സ്വമേധയായി ദൈവത്തിന് 10-1 നൽകണം. അതാണ് ദൈവം ആഗ്രഹിച്ചത്. അപ്പോൾ അപ്രകാരമുള്ള കൽപ്പന ദൈവം നൽകുന്നുണ്ട്. പക്ഷേങ്കിൽ പലപ്പോഴും ഇസ്രായേൽ മക്കൾ ഈ കൽപ്പനയൊക്കെ അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവം സ്വർഗത്തിലും മനുഷ്യൻ ഭൂമിയിലുമാണ്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം തങ്ങൾ എങ്ങനെയാണ് നൽകുന്നതെന്നുള്ളതൊന്നും നോക്കുകയില്ല, കാണുകയില്ല എന്നാണ് ചിന്തിച്ചത്. കാരണം സ്വർഗത്തിൽ നിന്ന് ഓരോരുത്തരും നൽകുന്ന നേർച്ച കാഴ്ചകൾ എപ്രകാരമാണ്, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അർപ്പിക്കുന്ന ബലികൾ എപ്രകാരമാണ് എന്നൊക്കെ നോക്കിക്കാണുന്നത് ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെയൊന്നും നടക്കുകയില്ല എന്നാണ് ഇസ്രായേൽ മക്കൾ ചിന്തിച്ചത്. എന്നാൽ മലാക്കി പ്രവചനം 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, നിങ്ങൾ കണ്ണുപൊട്ടിയതിനെയും യാഗമർപ്പിക്കാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ലയോ? നിങ്ങൾ മുടന്തോ രോഗമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ലയോ? അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. അവൻ പ്രസാദിക്കുമോ? അവന് നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എനിക്ക് കാഴ്ചയായിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങൾ അത് കുരുടായതും അതോടൊപ്പം മുടന്തുള്ളതും രോഗമുള്ളതുമായിട്ടുള്ള മൃഗങ്ങളെയാണ് കൊണ്ടുവരുന്നത്. So what God says, so you are bringing the lame to me. Can you read that? And when you offer the blind as a sacrifice, is it not evil? And when you offer the lame and
and sick. Is it not evil? Is it not evil? Offer it then to your governor. To a governor. Would he be pleased with you? Will he be pleased with you? Would he accept you favorably? Will he accept you favorably? So this is what he's asking. So God has put a commandment that they should offer 1/10 of the livestock and the agricultural produce to God. So what these people do? They thought God is in heaven and God cannot understand what each one is doing. So they started sacrificing animals which were blind, which were lame, which were sick. And they thought that the Almighty Lord will not know what was being offered, because it's not one person or two persons, that so many 200,000 people, God's own people. So it is very difficult for him to keep track of what each one is doing. That's what they thought. ഇവരെ യാഗം കഴിക്കുമ്പോൾ, അതായത് ദൈവത്തിന് കാഴ്ചയായിട്ട് കൊണ്ടുവന്നാണ് യാഗം, അവിടെ ദൈവത്തിന് ഇതൊക്കെ സൂക്ഷിച്ച് നോക്കാനൊന്നും കഴിയുകയില്ല. ഇത്രയും മനുഷ്യർ, 1-2 പേരാണ്, ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്രകാരം യാഗം കഴിക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയില്ല എന്ന് കരുതി മുടന്തുള്ളതിനെയും, എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ഒന്നിനും കൊള്ളരുതാത്ത മൃഗങ്ങൾ, കണ്ണുപൊട്ടിയതിനെയും മുടന്തുള്ളതിനെയും രോഗം പിടിച്ചതിനെയും ഒക്കെ കൊണ്ടുവന്ന് അവിടെ യാഗം കഴിക്കുകയാണ്. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, ഇത് ശരിയാണോ? നിങ്ങളിത് നിങ്ങളുടെ ദേശാധിപതിക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന് നിങ്ങളോട് കരുണ തോന്നുമോ? ലോകത്തെ നിങ്ങളെ ഭരിക്കുവാൻ തക്കവണ്ണം ഞാൻ ആക്കി വച്ചിരിക്കുന്ന ദേശാധിപതികളുടെ അടുക്കൽ കാഴ്ചയ്ക്കായിട്ട് നിങ്ങൾ പോകുമ്പോൾ, കാഴ്ച കൊടുക്കാനായിട്ട് പോകുമ്പോൾ, ഈ മുടന്തുള്ളതിനെ നിങ്ങൾ കാഴ്ച കൊടുക്കുമോ? കുരുടായതിനെ നിങ്ങൾ കാഴ്ച കൊടുക്കുമോ? അവൻ നിങ്ങൾ കൃപ തോന്നുകയില്ല. അപ്പോൾ സർവശക്തനായ യഹോവയെക്കുറിച്ച് അപ്രകാരം ചിന്തിക്കുവാൻ തക്കവണ്ണം മനുഷ്യന് പലപ്പോഴും കഴിയാറില്ല. കാരണം ദൈവത്തെ അവർ നേരിൽ കാണുന്നില്ല. ദേശാധിപതിയെ നേരിൽ കാണുകയാണ്. ദേശാധിപതി ഉടൻ തന്നെ ഉത്തരവിട്ടാൽ ഇവനെ പിടിച്ച് അത് കാരാഗ്രഹത്തിലാക്കും. അങ്ങനെയുള്ള സാഹചര്യം കൊണ്ടാണ് നാം പലപ്പോഴും ദൈവത്തിന് കാഴ്ചകൾ കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കാത്തത്. നാം ആവർത്തന പുസ്തകം 15-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും എപ്രകാരമാണ് ദൈവം നിഷ്കർഷിക്കുന്നത്. Deuteronomy chapter 15 verse 21. Yes. എന്നാൽ അതിന് മുടന്തോ കുരുടോ ഇങ്ങനെ എന്തെങ്കിലും ന്യൂനത ഉണ്ടായിരുന്നാൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് അതിനെ യാഗം അർപ്പിക്കരുത്. വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. You see, he wants a perfect gift, not what is lame, not what is blind, not what is sick, because our God is a perfect God. And whenever we offer something to him, it should be perfect. And that's what he demands that and he commands that. But many a time we are not bothered about the gifts that we offer to our Almighty God. നാം പലപ്പോഴും ദൈവത്തിന് കാഴ്ച കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള അവസരങ്ങൾ വരുമ്പോൾ നാം എന്താണ് കൊടുക്കുന്നതെന്ന് ചിന്തിക്കാതെയാണ് കൊടുക്കുന്നത്. എല്ലാ ആഴ്ചയും പള്ളികളിൽ സ്തോത്ര കാഴ്ചയുണ്ട്, സഭായോഗങ്ങളിൽ സ്തോത്ര കാഴ്ചയുണ്ട്. സ്തോത്ര കാഴ്ച എല്ലാ ദൈവനാമത്തിനും മഹത്വത്തിനായിട്ട് നടത്തപ്പെടുന്ന ശുശ്രൂഷകളെല്ലാം ഉണ്ട്. പക്ഷേ അവിടെ പോയി നേർച്ചയായിട്ട് നാം കൊടുക്കുന്നത് എന്താണ്, നാം അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. തപ്പിപ്പിടിച്ച് കിട്ടുന്ന ചിലരെ അവിടെ കൊണ്ടിട്ട് പോരും. ഇതാർക്കാ കൊടുക്കുന്നത് നാം ചിന്തിക്കുന്നില്ല. ഈ കൊടുക്കുമ്പോൾ ദൈവം ഇത് കാണുന്നുവെന്ന് നാം ചിന്തിക്കുന്നില്ല. നമുക്ക് ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ചെയ്തിരിക്കുന്നത്, അതിനൊപ്പമാണോ നാം കൊടുക്കുന്നതെന്ന് നാം ആലോചിക്കാറില്ല. ഒരു പതിവായി, ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായി നാം അത് ചെയ്തിട്ട് പോരുന്നു. ഇത് ദൈവം കാണുന്നുവെന്നോ കേൾക്കുന്നുവെന്നോ മനസ്സിലാക്കുന്നുവെന്നോ നാം ചിന്തിക്കാറില്ല. നാം നമ്മുടെ കയ്യിൽ കിട്ടുന്ന എടുത്തിട്ട് പോരുക. നാം കൊടുക്കുന്നത് ആർക്കാണെന്ന് നാം ചിന്തിക്കാറില്ല. എന്തിനാണ് കൊടുക്കുന്നത് നാം ചിന്തിക്കാറില്ല. അതെ, ചിലരാണെങ്കിൽ കൊടുക്കുകയില്ല. മലാക്കിയുടെ പ്രവചനം 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനുള്ള കാഴ്ചകൾ, ദൈവം കൽപ്പിച്ചിട്ടുള്ള കാഴ്ചകൾ, അത് കൊടുക്കാതിരുന്നാൽ അത് ശാപമാണ്. കാരണം ദൈവത്തെ നാം കൊള്ളയടിക്കുകയാണ്. മനുഷ്യന് ദൈവത്തെ കൊള്ളയടിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ കൊള്ളയടിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ കൊള്ളയടിക്കുന്നു എന്ന് ചോദിക്കുന്നു. ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ.
ദൈവത്തിന് ഒരിക്കലും മനുഷ്യനെ കൊള്ളയടിക്കാൻ സാധ്യമല്ല. സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, അതെ, ആ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ ഭൂമിയിൽ കിടക്കുന്ന വെറും ധൂളിയായ മനുഷ്യനെ കൊള്ളയടിക്കുവാൻ കഴിയും. പക്ഷെ ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നെ കൊള്ളയടിക്കുന്നു. യു റോബ് മീ. Will a man rob God? Will a man rob God? Yet you have robbed me. Yet you have robbed me. Yes. But you say, in what way have we robbed you? Have we robbed you? In tithes? In tithes and offerings. Yes. So, man says, how can we rob you? You are in heaven and you are the Almighty God. But God says, no, you have robbed me. You have robbed me in tithes and offerings. So, whenever we fail to offer God our tithes and offerings, I'm just telling you tithes and offerings because that is a demanded, appointed offering for God. This which God has commanded. Even that people don't give. Then what about free will offerings? So, we many a time do not think about the necessity to give for God. We are not bothered about the commandments given to us. We just go forward, and whenever we go to worship places, when we see others putting something in the offertory box, we also put something. That's all. It's not at all a happy giving before the Almighty God. Because God says in Malachi chapter 3 verse 10, what exactly is the punishment for that? 3:9. You are cursed with a curse. You are cursed with a curse. For you have robbed me. For you have robbed me. Even this whole nation. Even this whole nation. So, you are cursed. നിങ്ങൾ ഈ ജനത മുഴുവനും തന്നെ എന്നെ കൊള്ളയടിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. ശപിക്കപ്പെട്ടവരാണ്. നിങ്ങൾ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചെന്ന് പറഞ്ഞ് ശബ്ദമുണ്ടാക്കിയാലും പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാലും ദൈവത്തിനു വേണ്ടി നിങ്ങളുടേതായിട്ടുള്ള വരുമാനത്തിൻ്റെ 10% സമർപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ കൊള്ളയടിക്കുന്നവരാണ്. നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, തിരുവചനത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. മാത്രമല്ല, നിങ്ങൾ ദശാംശം കൊടുക്കുമെങ്കിൽ അതിൻ്റെ അനുഗ്രഹങ്ങളും ദൈവം പറയുന്നുണ്ട്. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു. God is giving a challenge. Test me. You pay your tithes and see how I am going to bless you. I am going to bless you. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എങ്ങനെയാണ്? ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. If I will not open for you, the windows of heaven, and pour out for you, such blessings, that there will be no room enough to receive it. That's a challenge by God. You will say always that the word of God is true. It is the truth, only and only truth. It is the spoken word of God. It is God himself. But you don't take into account such promises. You don't take into account such warnings, because many a time we do not want to depart with our wealth. We do not want to spend money for the sake of spiritual causes. We don't want to spend money for God. We want money. We ask for money. We ask for resources. We ask for jobs. But at the same time, we fail to give for God. You are robbing God, no doubt about it. നാം ദൈവത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ ദൈവത്തിന് വേണ്ടി എന്താണ് നാം നൽകുന്നതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമുക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനുള്ള മനസ്സ് വളരെ കുറവാണ്. ലഭിക്കുവാനുള്ള മനസ്സാണ് നാം എപ്പോഴും
കൊണ്ടു നടക്കുന്നത്. വേണം വേണം വേണം. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന അതിമഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലയോ? ദൈവത്തിൻ്റെ ചോദ്യമാണ്. ഇന്ന് അനേക സഹോദരങ്ങൾ പുതിയ നിയമത്തിൽ ദശാംശം കൊടുക്കേണ്ട കാര്യമില്ല, കർത്താവ് അതിനെക്കുറിച്ചൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദശാംശം കൊടുക്കാറില്ല. Many in this New Testament age say, sure, we don't have to pay tithe because God has not commanded us to give the tithe. Jesus has never told us to give tithes. Well, when Jesus was in this world, he definitely established the Mosaic law for tithes. കൈസർക്ക് കരം കൊടുക്കുന്ന വീതമാണോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ പരീക്ഷിക്കുവാൻ വന്ന പരീശന്മാരുണ്ട്. അവരുടെ നാണയം തന്നെ വാങ്ങിച്ചിട്ട് അതിൽ എന്താ സ്വരൂപമാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ കൈസറുടേതാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, കൈസർക്കുള്ളത് കൈസർക്ക്, അത് നിയമമാണ്, നികുതിയാണ്, അത് കൊടുക്കണം. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിനുള്ളത് എന്താണ്? നമുക്ക് ലഭിക്കുന്ന എല്ലാ വരുമാനത്തിൻ്റെയും 10% ദൈവത്തിനുള്ളതാണ്. അപ്പോൾ കർത്താവ് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, തൻ്റെ ജീവിത യാത്രയിൽ എങ്ങനെയാണ് പഴയ നിയമത്തിൽ ദൈവം തനിക്ക് നൽകുന്നവരെ നോക്കിയത്, അവരുടെ കാഴ്ചകളെ വിലയിരുത്തിയത്, അവർക്ക് അനുഗ്രഹങ്ങളെ പകർന്നത് എന്നുള്ളതുപോലെ തന്നെ കർത്താവും പുതിയ നിയമത്തിൽ തനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, ദൈവത്തിനു വേണ്ടിയിട്ട് കാഴ്ചകൾ അർപ്പിക്കുന്നവരെ കുറിച്ച് വളരെ വ്യക്തമായി തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 44-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു. For they all put in out of their abundance. But she out of her poverty put in all that she had. Her whole livelihood. And all their livelihood. See, today many say, why should we give tithe? Jesus didn't teach us about tithes. It's absolutely wrong. Jesus established tithing. Because when the Pharisees approached him, he said, give unto Caesar what is due to Caesar, and give unto God what is God's. And a very typical example of how Jesus taught his disciples to give for God is found here in Mark chapter 12 verse 44. അവരെല്ലാം അവിടെ യെരൂശലേം തകർത്തിരിക്കുകയാണ്. We find Jesus and his disciples were sitting in the courtyard of the women. And in front of the courtyard of the women, there were offertory boxes, 13 funnel-shaped offertory boxes. 6 were for different payments which were compulsory for every Jew. And then there were 7 offertory boxes in front of that, which was kept there to receive offerings for the maintenance of the temple. And people were coming and putting their offerings there. നാം നോക്കുമ്പോൾ കർത്താവ് സ്ത്രീകളുടെ പ്രാകാരത്തിന് മുമ്പിൽ ശിഷ്യന്മാരായിട്ടിരിക്കുകയാണ്. അവിടെ 13 നേർച്ചപ്പെട്ടികളുണ്ട്. അതിൽ 6 ഓരോ യഹൂദനും ദേവാലയത്തിന് നൽകേണ്ട നികുതിയും മറ്റ് കാഴ്ചകളുടെ മറ്റെല്ലാ കാര്യങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഇടേണ്ടത്. എന്നാൽ 7 ദേവാലയത്തിൻ്റെ നാനാവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ധാരാളം പേര് വന്ന് അതിലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, കർത്താവ് തനിക്ക് കൊടുക്കുന്നവരെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുകയാണ്. എന്താണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ്. അതിന് നേർച്ചപ്പെട്ടികളുണ്ട്, ആ പെട്ടികളെ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുൻപിൽ കാണിക്കയ്ക്കായിട്ട് പാത്രങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നേർച്ചപ്പെട്ടികളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഓർത്തു കൊള്ളണം, കർത്താവിൻ്റെ ദൃഷ്ടി അവിടെ ഉണ്ട്. എന്നിട്ട് നാം 41-ാം വാക്യം വായിക്കുമ്പോൾ, പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ ജനങ്ങൾ ഭണ്ഡാരത്തിൽ
ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. അവൻ കാണുന്നുണ്ട്, നാം എന്താ കൊടുക്കുന്നത് കാണുന്നുണ്ട്. ധനവാന്മാർ പലരും ധാരാളം ഇട്ടു. ധനവാന്മാർ പലരും ധാരാളം ഇട്ടു. 42-ാം വാക്യം വായിക്കുമ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് തുല്യമായ 2 നാണയങ്ങൾ ഇട്ടു. നാം മനസ്സിലാക്കണം, കർത്താവ് നേർച്ചപ്പെട്ടിയുള്ള തൊട്ടടുത്തല്ലിരിക്കുന്നത്, വളരെ ദൂരെയാണ്. സ്ത്രീകളുടെ പ്രാകാരന് അടുത്ത് പുരുഷന്മാർക്ക് ഇരിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ യെരുശലേം ദേവാലയത്തിൻ്റെതായിട്ടുള്ള ആ സ്ത്രീകളുടെ പ്രാകാരത്തിൻ്റെ ഒരു വശത്ത് കർത്താവ് ഇരിക്കുകയാണ്. നേർച്ചപ്പെട്ടികളൊക്കെ ദൂരെയാണ്. അനേകർ ധനവാന്മാർ വന്ന് ധാരാളം അതിലിടുന്നുണ്ട്. എന്നാൽ വിധവയായ ഒരു സ്ത്രീ വന്ന് അത് 2 തുട്ടുകൾ ഇടുകയാണ്. 2 നാണയത്തുട്ടുകൾ, തീരെ ചെറുതാണ്. ലെഫ്റ്റ് എന്ന് പറയുന്നത് തീരെ ചെറുതാണ്, ഈ വിരലുകൾക്കിടയിൽ ഒതുങ്ങുന്നതാണ്. അതാണ് ഇടുന്നത്. അതാർക്കും കാണുവാൻ കഴിയുകയില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സീ ദോസ് സ്മോൾ ലെഫ്റ്റഡ്സ്. ആൻഡ് വി ഫൈൻഡ് ജീസസ് സീയിങ് ദാറ്റ്. That's the most important aspect. Jesus knew that she was a widow. Yes, and she was a poor woman. See, whenever you give, we find that Jesus is observing us. അതെ, ശിഷ്യന്മാരെ വിളിച്ച് പറയാണ്. എന്താ പറഞ്ഞത്? അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. ഭണ്ഡാരത്തിൽ മറ്റുള്ളവരെല്ലാം ഇട്ടതിനേക്കാൾ അധികം ഈ ദരിദ്രയായ വിധവ ഇട്ടിരിക്കുന്നു. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ദരിദ്രയായ വിധവ എന്താണ് ഇട്ടതെന്ന് കർത്താവ് കണ്ടു. അവൾ വിധവയാണെന്ന് കർത്താവ് അറിഞ്ഞു. അവളുടെ സാമ്പത്തികമായ സ്ഥിതി കർത്താവ് മനസ്സിലാക്കി. അവൾ ദരിദ്രയാണ്, ആരൊരുമില്ലാത്തൊരു വിധവയാണ്. മാത്രമല്ല, അവൾ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് ആ രാത്രിയിലത്തെ ആഹാരത്തിനുമുള്ള വക അവൾക്കില്ല. അവൾക്കുള്ളത് മുഴുവനായിട്ടാണ് കർത്താവ് അത് അവൾ ആ യെരുശലേം ദേവാലയത്തിൻ്റെ പെട്ടിയിലിട്ടിരിക്കുന്നത്, നേർച്ചപ്പെട്ടിയിലിട്ടിരിക്കുന്നതാണ്. കർത്താവ് പറയാൻ, മറ്റുള്ളവരെക്കാളെല്ലാം അധികമായിട്ട് വിളിട്ടു. മറ്റുള്ളവരെല്ലാം ഇടുമ്പോൾ അവരുടെ പക്കൽ പിന്നെയും ധാരാളം പണം ബാക്കിയുണ്ട്. എന്നാൽ ഈ സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ കയ്യിൽ ഒന്നുമില്ല. അവളുടെ ഉപജീവനം മുഴുവൻ അവൾ അതിനകത്തിലിടുകയാണ്. അപ്പോൾ ഞാനും നിങ്ങളും എങ്ങനെയാണ് കർത്താവിന് കൊടുക്കുന്നതെന്നുള്ളത് അവൻ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നുണ്ട്. യെരുശലേം ദേവാലയത്തിൻ്റെ സ്ത്രീകളുടെ പ്രാകാരത്തിൽ വെച്ചിരിക്കുന്ന നേർച്ചപ്പെട്ടികളിൽ ഇടുന്ന ഓരോരുത്തരെയും കർത്താവ് നോക്കുമ്പോൾ ഒരു സാധു വിധവയുടെ 2 ചില്ലിക്കാശ് പോലും കർത്താവ് കാണുകയാണ്. നമ്മളൊരു വലിയ പാഠമാണ് പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ കർത്താവ് പറയുന്നുണ്ട്, അതെ, കണ്ണു പൊട്ടിയതിനെയും അല്ലെങ്കിൽ മുടന്തിനുള്ളതിനെയും രോഗമുള്ളതിനും നിങ്ങൾ ഇനി കാഴ്ചയായിട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ, ഒന്നുമില്ലാതെ ആർക്കും കൊടുക്കുവാൻ കഴിവില്ലാത്ത അങ്ങനെയുള്ള അവസ്ഥകളുള്ളതിനും ഒന്നും നിങ്ങൾ എനിക്ക് കാഴ്ചയായിട്ട് കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം നാം ദൈവത്തിന് നൽകണം. ദൈവം നമുക്ക് ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ പകരുമ്പോൾ നാം ദൈവത്തിന് വേണ്ടി എന്താണ് നൽകുന്നതെന്ന് ദൈവം വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജോലി പോകുമ്പോൾ ആ ദൈവത്തെ വിളിക്കുന്നത്, ശമ്പളം കിട്ടാതെ വരുമ്പോഴാണ് ദൈവത്തെ വിളിക്കുന്നത്. പക്ഷേ പലർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതേ ഒരു മൗനമാണ് മറുപടി. കാരണം എന്തെന്നറിയാമോ? ഈ കർത്താവിന് വേണ്ടി കരുതുവാനോ കർത്താവിൻ്റേതായിട്ടുള്ള സന്നിധിയിൽ വന്ന് എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കുവാനോ ദൈവം സമൃദ്ധിയായിട്ട് ഇവർക്ക് നൽകുമ്പോൾ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ രാത്രിയിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവനായിട്ട് സമർപ്പിക്കാം. അത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പലപ്പോഴും എനിക്ക് നിങ്ങൾക്കും അനുഗ്രഹങ്ങൾ വേണം എന്ന് പറയുവാൻ യാതൊരു മടിയുമില്ല. എന്നാൽ ഈ രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവനാമ മഹത്വത്തിനായിട്ട് എന്താണ് ചെയ്യുന്നത്? ദൈവം പറയുന്നത്, എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകുവാനായിട്ട് നിങ്ങൾ ദശാംശം കൊണ്ടുവരുവിൻ. നമുക്ക് എത്രമാത്രം ദശാംശം കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? സ്വമേധാ ദാനങ്ങളായിട്ട് എന്ത് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന വരുമാനങ്ങൾ കുറയുകയും നമ്മുടെ കൈകൾ കൊഴുകയും ചെയ്യുമ്പോഴാണ്. ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ. ഞാൻ ദശാംശത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നീ ദൈവത്തെ കൊള്ളയടിക്കുന്നു.
ഇന്ന് വരെയും ദശാംശം കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ കൈ കൊഴിഞ്ഞതായിട്ട് എൻ്റെ 40 വർഷത്തെ ആത്മീയ ശുശ്രൂഷ ഞാൻ കണ്ടിട്ടില്ല. അവരുടെ ജോലിയിൽ, അവരുടെ ഓരോ ദിവസത്തെ എല്ലാവിധമായ പരിപാടികളിലൊക്കെയും ദൈവം വരെ കാത്തു സൂക്ഷിക്കും. ജോലി പോകുന്ന സാഹചര്യങ്ങളുണ്ട്, പക്ഷേങ്കിൽ അതിന് തക്കതായും അതിനേക്കാൾ മേന്മേറിയതുമായ ജോലിയാണ് കൊടുക്കുന്നത്. ഞാൻ എന്നോട് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ അവൻ നിനക്ക് വേണ്ടി കരുതി നീ ഓർക്കണം, അത്ര മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ കാര്യം ഓർക്കുമ്പോൾ നമ്മുടെ ബാലൻസ് വട്ടപൂജ്യമാണ്. അതുകൊണ്ട് ഈ രാത്രി ഒരു പുതിയ തീരുമാനം എൻ്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് ലഭിക്കുന്നതിൻ്റെ 10-1 നൽകും. ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ നാമത്തിൽ എന്തിനായിരുന്നാലും അത് നൽകുമ്പോൾ ഓർത്തു കൊള്ളണം, നിൻ്റെ സുരക്ഷിതത്വം അവിടെ ഉറപ്പ് വരുത്തുകയാണ്. അപ്രകാരമുള്ള ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവം വഴി നടത്തട്ടെ. എന്നോട് എപ്പോഴും കടഭാരങ്ങളെക്കുറിച്ച് പറയുന്നവർ, ജോലി നഷ്ടത്തെക്കുറിച്ച് പറയുന്നവർ ഈ രാത്രി ഒന്ന് ചിന്തിക്കുവാൻ കൂടി ഞാൻ പറയുകയാണ്. സഹോദര സഹോദരി, നിനക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ നിമിഷങ്ങളൊരു പുതിയ തീരുമാനമെടുക്കുക. നീ എനിക്ക് എന്ത് തന്നിരുന്നാലും ഈ നാഴിക മുതൽ അതിൻ്റെ 10-1 ഞാൻ യഹോവയ്ക്ക് നൽകും. അതുമാത്രമല്ല, എൻ്റെ സ്വമേധാദാനമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്രകാരമുള്ള തീരുമാനങ്ങൾ ഉയരത്തിൽ കേൾക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്കൊരു പുതിയ വാതിൽ തുറക്കും. എഴുതി വെച്ചുകൊള്ള ഒരു പുതിയ വാതിൽ തുറക്കും. അപ്രകാരം ഒരു അനുഗ്രഹത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്വപിതാവാം ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് എന്ത് നൽകിയിട്ടുണ്ട് എന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം, എന്ത് നൽകുന്നുണ്ട് എന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ഈ രാത്രി സഹായിച്ച കൃപകൾക്കായിട്ട് അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിർധനയായ വിധവയെ അങ്ങ് കണ്ടു. അവൾ വിധവയാണെന്നും ദരിദ്രയാണെന്നും അങ്ങ് മനസ്സിലാക്കി അങ്ങയുടെ സന്നിധിയിലേക്ക് വന്ന് എന്താണ് അവൾ ഇട്ടതെന്ന് അങ്ങ് കണ്ടു. കർത്താവേ, അതുപോലെ അടിയങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നു എന്നുള്ളത് അങ്ങ് സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്ന ദൈവമെന്ന് മനസ്സിലാക്കുവാനും അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങൾ കർത്താവെ ഞങ്ങൾ സ്വന്തമായിട്ട് എല്ലാം ആസ്വദിക്കുവാനല്ല, പിന്നെയോ അതിൽ നിന്ന് അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് അതേ കർത്താവെ തിരുവചനം കൽപ്പിക്കുന്നത് പോലെ അവിടുത്തേക്ക് വേണ്ടി ചിലവഴിക്കുവാനും കൂടുതൽ ധന്യരായി തീരുവാനും അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഈ വചനം കേട്ട ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധം സഹവാസം നമ്മെ എല്ലാ വിഷയങ്ങളിലും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് സുദീപ് കോശി, ആനി സാമുവൽ ആൻഡ് അബിഗേൽ കോശി, ന്യൂയോർക്ക്, USA.